രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ചാണ് ജോസഫ് വിജയ് എന്ന സൂപ്പർ താരം വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ബിജെപി അടക്കം അകറ്റി നിർത്തിയ വിജയ് ആകെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് രാഹുൽ ഗാന്ധിയെ മാത്രമാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടുവെങ്കിലും ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ പിടിവാശി തടസ്സമായി നിൽക്കുകയായിരുന്നു. പിന്നീട് ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി വിജയ്ക്കും ടിവികെയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചതോടെ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ചടങ്ങിൽ എല്ലാ കണ്ണുകളും എത്തിനിന്നത് വിജയിലും രാഹുൽ ഗാന്ധിയിലും മാത്രമാണ്. രാഹുൽ ഗാന്ധി മനസ്സ് വെച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സർക്കാർ ഉണ്ടാക്കുവാൻ ടിവികെയ്ക്ക് സാധിക്കില്ലായിരുന്നു. 5 MLA-മാരെ ടിവികെ നയിക്കുന്ന മുന്നണിയിലേക്ക് വിട്ടു നൽകിയ രാഹുൽ ഗാന്ധിയുടെ ചാണക്യ നീക്കമാണ് അവിടെ വിജയ്ക്ക് മുഖ്യമന്ത്രി പദവി സമ്മാനിച്ചത്. ഗവർണറുടെ തിണ്ണമിടുക്കിനെ മറികടക്കാൻ വിജയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ഗവർണർ വേദിയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയെ മൈൻഡ് ചെയ്തില്ല. എന്നാൽ വിജയ് രാഹുലിന്റെ ഇടതുവശത്തായി നിലയുറപ്പിച്ചിരുന്നു. തന്റെ സർക്കാരിനെ താങ്ങി നിർത്തിയതിലുള്ള നന്ദി വിജയ് രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. ദേശീയ തലത്തിൽ നിന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ഏക നേതാവും രാഹുൽ ഗാന്ധിയാണ്. CPM-ഉം CPI-യും ടിവികെയെ പുറമെ നിന്ന് പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിളങ്ങി നിന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി വേദിയിലെത്തിയപ്പോൾ ആർപ്പു വിളികളോടെയാണ് ടിവികെ പ്രവർത്തകർ വരവേറ്റത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിക്കുന്നതുവരെ രാഹുൽ ഗാന്ധി വേദിയിലുണ്ടായിരുന്നു. എന്തായാലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗത്തിൽ ടിവികെ നേടിയത് 108 സീറ്റാണ്. ഇതിൽ വിജയ് ജയിച്ച 2 സീറ്റുകളും ഉൾപ്പെടും. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും സർക്കാർ രൂപവൽക്കരിക്കാനുള്ള കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ ഓടി നടന്ന വിജയെയാണ് ഉപാധികളില്ലാതെ കോൺഗ്രസ് പിന്തുണച്ചത്. ഇതിന് പ്രതിഫലം എന്നോണം മന്ത്രിസഭയിൽ 2 കോൺഗ്രസുകാരെ ഉൾപ്പെടുത്തിയാണ് വിജയ് നന്ദി പ്രകാശിപ്പിച്ചിരിക്കുന്നത്. 234 അംഗ നിയമസഭയിലെ മാജിക് നമ്പറായ 118 തികയ്ക്കാൻ വിജയും ടിവികെയും എന്തു ചെയ്യുമെന്നാണ് തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കിയത്. DMK-യുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ്, CPI, CPM, VCK തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചേക്കുമെന്നാണ് ടിവികെയുടെ ഉന്നത വൃത്തങ്ങൾ പ്രതീക്ഷ വെച്ച് പുലർത്തിയത്. ആദ്യമായി അത് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് ഇക്കുറി 5 സീറ്റിലാണ് വിജയിച്ചത്. CPM, CPI, VCK എന്നീ പാർട്ടികൾ ജയിച്ചതാകട്ടെ 2 സീറ്റുകളിൽ മാത്രമാണ്. ഈ 4 പാർട്ടികൾ ചേർന്നാൽ മാജിക് നമ്പറിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ വിജയ് ഇറങ്ങി ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇവിടെയാണ് രാഹുൽ ഗാന്ധി ചില നീക്കങ്ങൾ നടത്തിയത്. അതിന്റെ ബാക്കി പത്രമായിട്ടാണ് മുസ്ലിം ലീഗ് പുറത്തുനിന്ന് വിജയുടെ ടിവികെയെ പിന്തുണയ്ക്കാമെന്ന് അറിയിച്ചത്. DMK ചെന്നൈയിൽ വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് ശക്തമായ മുന്നറിയിപ്പ് ആദ്യം നൽകിയിരുന്നു. 2006-ൽ കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന DMK സർക്കാർ പുറമേ നിന്നുള്ള പിന്തുണയോടെ ഭരിച്ച സാഹചര്യത്തിൽ സമാനമാണ് ഇപ്പോഴത്തേതെന്ന് ടിവികെയുടെ ഒരു മുതിർന്ന നേതാവ് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. DMK സഖ്യത്തിൽ നിന്നുള്ള പാർട്ടികൾ ടിവികെയെ പിന്തുണയ്ക്കുന്ന പക്ഷം സഖ്യത്തിൽ വിള്ളലുണ്ടാക്കുമെന്നതും ഉറപ്പാണ്. ടിവികെയ്ക്ക് മുന്നിലുള്ള മറ്റൊരു സാധ്യത AMDMK നേതൃത്വം നൽകുന്ന മുന്നണിയിലെ പട്ടാളി മക്കൾ കക്ഷിയുടെ പിന്തുണ സ്വീകരിക്കുക എന്നതായിരുന്നു. 4 സീറ്റുകളാണ് ഇവരുടെ സമ്പാദ്യം. AIDMK-യുമായി ഏതെങ്കിലും വിധത്തിൽ നേരിട്ടുള്ള സഖ്യത്തിന് വിജയ് മുതിരാനുള്ള സാധ്യത വിരളമാണ്. കാരണം അവരുടെ BJP ബാന്ധവം വിജയ്ക്ക് ദഹിക്കുന്നുമില്ല. ടിവികെയുടെ ആശയപരമായ എതിരാളി എന്നാണ് വിജയ് BJPയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ BJP-യുമായി സഖ്യത്തിലുള്ള ADMK-യുമായി കൈകോർക്കാൻ വിജയ് തയ്യാറായിരുന്നില്ല. ഇവിടെയാണ് നിർണായക റോൾ രാഹുൽ ഗാന്ധി എടുത്തത്. നേരത്തെ DMK സഖ്യത്തിലാണ് കോൺഗ്രസ് എങ്കിലും സീറ്റ് വിഭജനത്തെ ചൊല്ലിയും ഭരണ പങ്കാളിത്തത്തെ ചൊല്ലിയും ഇരു പാർട്ടികളും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. 35 സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ 19 സീറ്റുകൾ മാത്രമേ നൽകൂ എന്ന നിലപാടിലാണ് DMK നിന്നത്. ഈ ഗ്യാപ്പിൽ കോൺഗ്രസിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടിവികെ രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ഇടപെട്ടത്. നേരത്തെ വിജയ് കോൺഗ്രസിനെ ക്ഷണിച്ചിരുന്നു. കോൺഗ്രസിന് 60 സീറ്റുകളും ഭരണത്തിൽ പങ്കാളിത്തവും വാഗ്ദാനം ചെയ്തതാണ്. കോൺഗ്രസ് നേതാവും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷനുമായ പ്രവീൺ ചക്രവർത്തിയാണ് ഇവിടെ ഇടനിലക്കാരനായി നിന്നത്. തമിഴ്നാട്ടിൽ നേരിട്ടെത്തിയ പ്രവീൺ ചക്രവർത്തിയുമായി ടിവികെ നേതാവ് വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിജയുടെ ചെന്നൈ പട്ടിണപ്പാക്കത്തെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള പ്രവീൺ ചക്രവർത്തി മാസങ്ങൾക്ക് മുൻപ് നടത്തിയ നീക്കുപോക്കുകൾ ഒടുവിൽ വിജയുടെ മുഖ്യമന്ത്രി പദവിയിൽ വരെ എത്തുകയായിരുന്നു.